കൃഷ്ണ ഗുരുവായൂരപ്പ. നമ്മളിന്ന് പറയാൻ പോകുന്നത് ത്രിമൂർത്തികളുടെ ഒരു കഥയാണ്. അതും ബ്രഹ്മാവിന് കിട്ടിയ നഷ്ടത്തിൻ്റെ കഥ, അതായത് ശാപത്തിൻ്റെ കഥ. സ്വന്തം ഒരു എന്താ പറയുക, തലയുടെ നഷ്ടം, അങ്ങനെയൊക്കെയുള്ള കഥകളാണ്. അപ്പം അതിനെപ്പറ്റിയാണ് പറയാൻ പോകുന്നത്. കൽപ്പാന്തകാലത്തിൻ്റെ ആദ്യ ആരംഭത്തിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ആ സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതായത് ആകെ ജലമാണ്, വേറെ ഒന്നും തന്നെ ഇല്ല. മൊത്തം ജലം ഇങ്ങനെ ആ പ്രളയം കഴിഞ്ഞിട്ട് ഇങ്ങനെ ശാന്തമായി ഒഴുകുന്ന ആ ഒരു ജലമാണ്. അത് മാത്രമേ കാണാനുള്ളൂ, വേറെ ഒന്നുമില്ല, മൊത്തം ജലം. അങ്ങനെ കാണുന്ന ആ ഒരവസ്ഥയിൽ അന്നത്തെ ആ സമയത്തുള്ള ആ ദേവി, അതായത് ആദിപരാശക്തിയായ ഭവാനി ദേവി മാത്രമാണ് ഉള്ളത്. അങ്ങനെ ആ ഒരു കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ ഒരു സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ ആയിട്ട് ചെറിയ തുരുത്തുകൾ കാണപ്പെട്ടു. കുറച്ച് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തുരുത്തുകൾ കാണപ്പെട്ടു. അങ്ങനെ ഒരു തുരുത്തിൽ ഭഗവാൻ വിഷ്ണു അങ്ങനെ തപസ് ചെയ്യാൻ തീരുമാനിച്ചു. തപം ചെയ്യാന്ന് വെച്ചാൽ സച്ചിദാനന്ദ വരം കാണാൻ വേണ്ടിയിട്ട്, സച്ചിദാനത്തിലെത്താൻ വേണ്ടിയിട്ട് ആണ് അദ്ദേഹം തപസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് ഇങ്ങനെ തപസ് ചെയ്യുക, അത് അനേകം വർഷം തപസ് ചെയ്തു. അതിനടുത്ത് തന്നെ ആയിട്ട് ആ തപസ് ചെയ്ത സ്ഥലത്തിന് ശ്വേതപർവ്വതം എന്ന് പറയും. ആ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെ ബ്രഹ്മദേവനും തപസ് ചെയ്തു. അദ്ദേഹം എന്താ വെച്ചാൽ അദ്ദേഹത്തിന് മോഹമാണ്. അപ്പോൾ ആ മോഹങ്ങളെ അടക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും മായയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മായാദേവീനെയാണ് തപസ് ചെയ്യുന്നത്. പക്ഷെ ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളത് മാത്രം. ആ മായ അകന്നു കഴിഞ്ഞാൽ സച്ചിദാനന്ദം ഉണരും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പം മോഹങ്ങളെ അകറ്റാൻ വേണ്ടിയിട്ട് ഒരു വശത്ത് ബ്രഹ്മദേവനും തപസ് ചെയ്യാണ്. അപ്പം 5 ശിരസ്സുള്ള ബ്രഹ്മദേവനാണ് തപസ് ചെയ്യുന്നത്. അങ്ങനെ അനേകം വർഷങ്ങൾക്ക് ശേഷം, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം പ്രളയ ജലം ഇങ്ങനെ വഴിമാറിയപ്പോൾ ഓരോരോ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുവന്നു. അങ്ങനെ അനേക വർഷം, കോടിക്കണക്കിന് ദശകോടി വർഷം തപസ് ചെയ്തിട്ട് ഓരോരുത്തരും, ഈ 2 പേരും, ആകെ ഈ 3 പേരെ അവിടെ കാണാനുള്ളൂ. അവർക്ക് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല ആരാ എന്താണെന്നും. ആരും ഇല്ല എന്ന് മാത്രമാണ് വിചാരിക്കുക. അപ്പോൾ വിഷ്ണു ആണെങ്കിൽ താൻ മാത്രമേ ഉള്ളൂ ഈ സ്ഥലത്ത്, അതേപോലെ ബ്രഹ്മദേവനാണെങ്കിലോ താൻ മാത്രമേ ഉള്ളൂ എന്നും. അങ്ങനെ അവിടുന്ന് തപസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങി അങ്ങനെ പുറത്തേക്ക് വന്ന് സഞ്ചരിക്കാൻ നിൽക്കുകയാണ്. എവിടേക്കാന്നില്ലാത്തൊരു സഞ്ചാരം. അങ്ങനെ ആ സഞ്ചരിക്കുന്ന സമയത്ത് ഇവർ പരസ്പരം 2 പേരും കണ്ടുമുട്ടുകയാണ്. അപ്പോൾ കണ്ടുമുട്ടുമ്പോൾ ബ്രഹ്മദേവൻ ചോദിക്കുകയാണ്, താൻ ആരാണ്, താൻ എവിടുന്നാ വരുന്നതെന്ന്. അപ്പോൾ വിഷ്ണുവിന് മറുപടിയൊന്നുമില്ല. ആരാണെന്ന് അറിയില്ല, എങ്ങടാ പോകണമെന്ന് അറിയില്ല, ബ്രഹ്മാവിനും അറിയില്ല എങ്ങട്ടാന്നൊന്നും. അപ്പോൾ തിരിച്ചു അങ്ങോട്ടും ചോദിക്കുകയാണ്, താനാരാണ്, താൻ എവിടുന്ന്. അപ്പോൾ 2 പേർക്കും അറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ ബ്രഹ്മദേവനാണെങ്കിലോ കുറച്ചൊരു അഹന്തണ്ട്. ഇനി താൻ ഇപ്പോൾ തപസ്സൊക്കെ ചെയ്തു, താൻ തന്നെയാണ് വലിയത്, അപ്പോൾ ഞാനാണ് എല്ലാറ്റിനും, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനാണ് എല്ലാം എന്ന് ബ്രഹ്മദേവൻ പറയുകയാണ് വിഷ്ണുവിനോട്. അപ്പോൾ വിഷ്ണു പറയുക, അല്ല ഞാനാണ് ആദ്യം ഉണ്ടായത്. അങ്ങനെ ആ ഒരു തർക്കത്തിലെത്തി. ആ തർക്കം ഇങ്ങനെ ഓരോന്നോരോന്ന് പറഞ്ഞ് പുരോഗമിക്കുകയാണ്. വാശിയും വൈരാഗ്യമൊക്കെ കൂടി വരിക. ആ മായ ജയിക്കാനായിട്ട് പോയ ആൾക്കാരാ തപസ്സൊക്കെ ചെയ്ത്, പക്ഷെ മായയെ തന്നെ വീണ്ടും അവർ പെട്ടു. അങ്ങനെ ഒരു അശരീരി കേൾക്കുകയാണ്. അങ്ങനെ ആ തർക്കം നിൽക്കുന്ന സമയത്ത് ഒരു വെളുത്ത ശിവലിംഗം കാണുകയാണ്. അപ്പോൾ ആ ശിവലിംഗം, അങ്ങനെ വലിയ ശിവലിംഗം കാണുമ്പോൾ ആ ലിംഗത്തെ കണ്ടിട്ട് ആ ശരീരി പറയുകയാണ്, ഇതിൻ്റെ ഒരംശം, അതായത് ഒരു ഭാഗത്തേക്ക് ഒരാൾ സഞ്ചരിക്കുക, മറുഭാഗത്തേക്ക് മറ്റാളും സഞ്ചരിക്കുക, എന്നിട്ട് ഇതിൻ്റെ അഗ്രം കണ്ട് തിരിച്ചു വന്ന ആളാണ് ഏറ്റവും ശ്രേഷ്ഠൻ എന്ന്. അങ്ങനെ ബ്രഹ്മാവ് മുകളിലോട്ട് പോവാൻ തുടങ്ങി, വിഷ്ണു താഴോട്ടും. അങ്ങനെ 2 പേരും ഒരുപാട് കോടാനുകോടി വർഷങ്ങൾ അങ്ങനെ സഞ്ചരിച്ചു. ഒരറ്റവും കിട്ടണില്ല, എവിടെയും ഒരു അന്തമില്ല. അങ്ങനെ വിഷ്ണു അവസാനം തിരിച്ചു വന്നു. ഇനിയിപ്പോൾ രക്ഷയില്ല, ഇതിന് ആദ്യം അന്തമൊന്നും കാണാനില്ല. എന്തായാലും ആ പുറപ്പെട്ട സ്ഥലത്ത് തന്നെ എത്തി.
പക്ഷേ ബ്രഹ്മാവ് ഇങ്ങനെ പിന്നെയും സഞ്ചരിച്ചു. കുറേ സഞ്ചരിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഉണ്ട് ഒരു പൂവ് ഇങ്ങനെ വരണു. ആ കൈതപ്പൂവാണ്. കൈതപ്പൂ വരുമ്പോൾ കൈതപ്പൂവിനോട് ചോദിച്ചു, ഭവതി ആരാണ്, എവിടുന്നാണ് വരുന്നത്? നല്ല കാണാൻ നല്ല ഒരു അതായത് മോഹമുള്ള ആളല്ലേ. അപ്പോൾ അതിനനുസരിച്ചുള്ളൊരു സംസാരമൊക്കെ ആ ബ്രഹ്മദേവൻ്റെ വാക്കിൽ ഉണ്ടാവും. അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ അത് വളരെ ഇഷ്ടമായി. ഞാൻ ലിംഗത്തിൻ്റെ അഗ്രത്തുനിന്ന് വരികയാണ് എന്ന് പറഞ്ഞു. അതായത് മഹാദേവൻ്റെ ശിരസ്സിൽ നിന്നാണ് ഞാൻ വരുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെയാണോ? അപ്പം എന്നാൽ അങ്ങനെയാണെങ്കിൽ അടുത്തതൊന്ന് പോയി നോക്കിയാലോ, ഞാനൊന്ന് അങ്ങോട്ട് പോയി നോക്കിയോ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ആ കൈതപ്പൂ പറയാണ്, അങ്ങോട്ട് പോക്ക് എളുപ്പമല്ല, ഇനിയും കോടാനും ഇത്രയും കാലങ്ങൾ സഞ്ചരിച്ചതിൻ്റെയും ഉപരിയായിട്ട് ഇനിയും സഞ്ചരിക്കേണ്ടി വരും, എന്നാലേ അവിടേക്ക് എത്തുള്ളൂ, അല്ലാതെ എത്തില്ല എന്ന് പറയുമ്പോൾ എന്നാൽ തിരിച്ചു പോവാല്ലേ, പക്ഷേ എനിക്കൊരു ഉപകാരം ചെയ്യുമോ എന്ന് ചോദിക്കും. അപ്പോൾ എന്ത് ഉപകാരമാണ് വേണ്ടത്? നല്ല സുന്ദരിയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ കൈതപ്പൂ അങ്ങോട്ട് എന്താ പറയുക, ആ മായയിൽ അകപ്പെട്ടു. ആയിക്കോട്ടെ, എന്താ വേണ്ടത് പറയൂന്നുണ്ട്. അപ്പോൾ ഞാൻ ബ്രഹ്മദേവൻ പറയാണ്, ഞാൻ ശിവഭഗവാന്റെ ശിരസ്സിൽ വെച്ചിട്ടാണ് തന്നെ കണ്ട ഭഗവതിയെ കണ്ടതെന്നും അപ്പോൾ അവിടുന്നാണ് നമ്മൾ പരിചയപ്പെട്ടതെന്നും വിഷ്ണുവിൻ്റെ, അതായത് എനിക്കൊരു ശത്രുവുണ്ട്, ആ ശത്രുവിൻ്റെ അടുത്ത് വന്ന് പറയണം കേട്ടോ എന്നാണ്. കാരണം ഞങ്ങളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്നറിയാനുള്ള ഒരു മത്സരത്തിൻ്റെ അതിലാണ്, ഒരു ഛേദമില്ലാത്ത ഉപകാരമാണ്, പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനങ്ങനെ നുണ പറയാൻ പാടില്ല, കള്ളം പറയാൻ പാടില്ല, കാരണം മഹേശ്വരൻ്റെ ശിരസ്സിങ്കിലിരിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയും അല്ല, അത്രയും സൗന്ദര്യവതിയായ ഭവതി പറഞ്ഞ എനിക്കങ്ങനെ ഒരു ഉപകാരം ചെയ്തു തന്നാൽ വളരെ സന്തോഷമായി എന്നാണ് പറഞ്ഞു. ഈ പ്രശംസ ഏറ്റവും ഇഷ്ടമാണല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതെങ്ങനെ ആ പ്രശംസയും കൂടി കേട്ടപ്പോൾ കുറച്ച് സൗന്ദര്യമൊക്കെ ഉണ്ടെന്നും കൂടി ആയിക്കുമ്പോൾ കുറച്ച് അഹങ്കാരം കൈതപ്പൂവിനുമായി. ശരി എന്നാൽ പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ വരികയാണ്. അങ്ങനെ പുറപ്പെട്ട സ്ഥലത്ത് എത്തി നോക്കുമ്പോൾ പറയുന്നത് വിഷ്ണുവിനോട്, ഓ താൻ വന്നോ, പോയിട്ട് കണ്ടോന്നുമില്ലല്ലോ, അറ്റൊന്നും കണ്ടില്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടില്ല എന്ന് വിഷ്ണു പറഞ്ഞു. അപ്പോൾ ബ്രഹ്മദേവൻ പറയാം, ഞാൻ കണ്ടതാ ഭഗവാന്റെ ശിരസ്സിലിരിക്കുന്ന ഈ കൈതപ്പൂവും, അതുകൊണ്ടാണ് ഞാൻ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കൊടുന്നത്. അപ്പോൾ അതങ്ങോട്ട് അത്രയ്ക്ക് അങ്ങോട്ട് മനസ്സിൽ ഇഷ്ടപ്പെട്ടില്ല, കാരണം ഇത് നുണ പറയണമെന്നാണ് തോന്നിയത്. അപ്പോൾ എന്നിട്ട് കൈതപ്പൂവിനോട് ചോദിക്കുകയാണ് വിഷ്ണു, അല്ല കൈതപ്പൂവേ, താൻ അവിടുന്നാണോ, ഭഗവതി അവിടുന്നാണോ വരുന്നത്? അതെ, ഞാൻ ഭഗവാന്റെ ശിരസ്സിൽ നിന്ന് എന്നെ ശിരസ്സിൽ വെച്ചിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തു നിന്നാണ് ഞങ്ങൾ രണ്ടാളും കണ്ടത്. അങ്ങനെ ഭഗവാനെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അങ്ങയെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ആ സമയത്ത് അപ്പോഴും അത് രണ്ടാളും പറയുന്നത് കള്ളാണെന്നാണ് മഹാവിഷ്ണുവിന് തോന്നിയത്. ആ സമയത്താണ് ഒരു അശരീരി പോലെ അങ്ങനെ ഭയങ്കര എന്താ പറയുക, പ്രപഞ്ചം നടുങ്ങുമാറുള്ള വരവൊക്കെ പാടായിട്ട് ഇങ്ങനെ വരുന്നത് അങ്ങനെ മഹാദേവൻ വന്നിട്ട് പറയുകയാണ്, എന്തായി നിങ്ങളുടെ തർക്കം, തീരുമാനമായോ, കണ്ടുവോ? അപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടോ. ഒരു ബ്രഹ്മദേവൻ പറയുക, ഞാൻ കണ്ടു, ഞാൻ വന്നു, അങ്ങയുടെ ശിരസ്സിൽ നിന്ന് വന്ന കൈതപ്പൂവിനെയും കണ്ടു, അങ്ങനെയാണ്. അപ്പോൾ ഞാൻ കണ്ടു എന്നാണ്, അപ്പോൾ ഞാനല്ലേ ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞു. അപ്പോൾ കൈതപ്പൂവിനോട് ചോദിച്ചപ്പോൾ, അതെ, ഞങ്ങൾ അവിടെ നിന്നാണ് കണ്ടത്, അപ്പോൾ ഇതൊന്ന് പറയണം വിഷ്ണുവിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്ന് വന്നതാണ്, എന്നോട് പറയാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞതാണ് മഹേശ്വര എന്ന് പറഞ്ഞു. അപ്പോൾ നുണ അങ്ങനെ പറയാൻ പാടില്ലാത്തതല്ലേ എന്ന് പറയലും ഭയങ്കര ദേഷ്യമായപ്പോൾ ആ സമയത്ത് 5 തലയുള്ള ബ്രഹ്മാവിൻ്റെ ഒരു തല ഒറ്റ അറക്കൽ അതങ്ങോട്ട് വെട്ടിയെടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനി നിനക്ക് എവിടെയും പൂജ കിട്ടാതെ പോട്ടെ, നിന്നെ ആരും ആരാധിക്കാതിരിക്കട്ടെ. അതായത് ഒരു കാരണവശാലും ബ്രഹ്മാവിനെ ആരും ആരാധിക്കില്ല. അതിനും അതേപോലെ തന്നെ അതേവരെ ഏറ്റവും പവിത്രമായിട്ട് തന്നെ ഉണ്ടായിരുന്ന ആ ഒരു കൈതപ്പൂവിനോട് പറഞ്ഞു, ഇനി എനിക്ക് നിന്നെ വേണ്ട, എൻ്റെ തലയിലോ എൻ്റെ ശിരസിലോ മറ്റെവിടെയും നിന്നെ ഇനി ആരും പൂജയ്ക്ക് എടുക്കില്ല എന്ന് പറഞ്ഞു. ആ സമയത്ത് കൈതപ്പൂവിനാകെ വിഷമമായി, കാരണം താൻ ചെയ്ത തെറ്റ് മനസ്സിലാക്കി പശ്ചാത്താപിച്ചു. അപ്പോൾ അങ്ങനെ ശിവൻ്റെ കാൽപാദത്തിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞപ്പോൾ ശിവൻ പറഞ്ഞു, കുഴപ്പമില്ല, എന്തായാലും എനിക്ക് വേണ്ട, പകരം തരുണീമണികളൊക്കെ, അതായത് സുന്ദരികളായ തരുണീമണികളൊക്കെ നിൻ്റെ ഗന്ധം ഏറ്റെടുത്ത് നിന്നെ തലയിൽ ചൂടിക്കോളും, അങ്ങനെ ഒരു കാര്യം ഉണ്ടാവും എന്ന് പറഞ്ഞു.
ആ ഒരു ശാപമോക്ഷം പോലെ. പക്ഷെ ഒരിക്കലും പൂജയ്ക്ക് എടുക്കില്ല എന്നും പറഞ്ഞു. അങ്ങനത്തെ ആ ഒരു കഥയാണ്. അപ്പോൾ എന്താ വെച്ചാൽ 3 പേരും തമ്മിലുള്ള ആ ഒരു ത്രിമൂർത്തികളുടെ ഒരു സംഗമവും ആ പ്രളയാനന്തര ജീവിതമൊക്കെയാണ് ഇതിലുള്ളത്. എല്ലാം കൊണ്ടും ഓരോ കർമ്മങ്ങളും ആ മായകളാണ് എല്ലായിടത്തും. മായ ഇല്ലാത്ത ഒരു കാര്യമില്ല. മായയെ ജയിക്കാൻ വേണ്ടിയിട്ട് ത്രിമൂർത്തികൾക്ക് പോലും ചില സമയങ്ങളിൽ കഴിയുന്നില്ല എന്നതാണ്. അപ്പം നമ്മളൊക്കെ എവിടെ എത്തുക? നമ്മളൊക്കെ എങ്ങനെയായാലും ഈ മായയെ കിടന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കുകയല്ലേ. ഇവരത് കേട്ട് രസിക്കുകയും ചെയ്യുക. അപ്പോൾ എന്തായാലും ചെറിയൊരു കഥയാണ്. എല്ലാവരും കേൾക്കുക. ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഹരേ കൃഷ്ണ.